കപ്പയും മത്തിക്കറിയും ഉണ്ടാക്കി നോക്കിയാലോ? എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ കപ്പയും മത്തിക്കറിയും, പിന്നെ നല്ല മോര് കറിയും കൂടെ. ഉഫ്, അത് കുഴച്ചങ്ങോട്ട് കഴിക്കണോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്നാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ബൈ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകും ഉലുവയും പൊട്ടിക്കുക, അതിലേക്ക് ഒരു സവാള ഇടുക, 3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുടംപുളി ചൂടുവെള്ളത്തിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങും. അപ്പം നമുക്കിത് ചേർത്തോളൂ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു സൈഡിൽ കപ്പ വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, കറിവേപ്പില. കപ്പ വെന്ത് ഊറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻകറി ഇവിടെ നല്ല മണം വരുന്നിട്ടോ. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ നമ്മൾ കപ്പ കുഴക്കുകയാണ് കേട്ടോ. ഇത് വെച്ചാണ് കുഴക്കുന്നത്. ഇതിൻ്റെ ഇനി നമ്മൾ നേരത്തെ ആ വഴറ്റി വെച്ചിരിക്കുന്ന ആ മിക്സ് എല്ലാം കൂടെ നമ്മുടെ കപ്പയ്ക്കകത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് മത്തിയും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മോരുകറിയാണ് തേങ്ങ അരയ്ക്കാത്ത മോരുകറി. അപ്പം ഞാൻ കഴിക്കുകയാണേ. നമ്മുടെ കപ്പ കുഴച്ചതും മത്തിക്കറിയും ഇപ്പം തന്നെ എൻ്റെ വായന്ന് വെള്ളം വരുന്ന കേട്ടോ. ഈ മോരിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് അടിപൊളി. വറുത്ത മീനും എടുത്ത് ഒന്നും രക്ഷയില്ല കേട്ടോ.